ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 1953 മാർച്ച് 20 കേരളത്തിലെ 8 തിയേറ്ററുകളിൽ തിരമാല എന്ന് പറഞ്ഞ സിനിമ റിലീസായത്. കലാസാഗറിൻ്റെ ബാനറിൽ പിന്നീട് KSMDCയുടെ ചെയർമാനൊക്കെ ആയി മാറിയ PRS പിള്ള സാറ് നിർമ്മിച്ച സിനിമയായിരുന്നു തിരമാല. PRS പിള്ളയും വിമൽകുമാറും കൂടി ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഇരട്ട സംവിധായകരാണ്. വിമൽകുമാർ തന്നെയായിരുന്നു സംഗീതവും. ഇവരുടെ സംവിധാന സഹായിയായിട്ടാണ് രാമു കാര്യാട്ടിൻ്റെ തുടക്കം സിനിമയിൽ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തായിരുന്നു തട്ടകം. പിന്നെ പത്രപ്രവർത്തകനായി. സൗണ്ട്, യവനിക, അങ്ങനെ 2 സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ വർക്ക് ചെയ്തു. ചിത്രകല എന്നൊരു മാസിക സ്വന്തമായി കുറച്ചു കാലം നടത്തി. മാതൃഭൂമി വാരികയിൽ ചലച്ചിത്ര നിരൂപണവും നടത്തി കുറച്ചു കാലം. ആർ കാര്യാട്ട് എന്നായിരുന്നു തൂലികാനാമം വച്ചിരുന്നത്. തിരമാലയിൽ 30 രൂപ മാസ ശമ്പളമുള്ള പ്രൊഡക്ഷൻ മാനേജരായിരുന്നു കാര്യാട്ട് എന്നും സിനിമയിലെ ചിലർ പറയുന്നുണ്ട്. പിറ്റേ വർഷം 1954 P. ഭാസ്കരനോടൊപ്പം ചേർന്ന് ശ്രദ്ധേയമായ നീലക്കുയിൽ സംവിധാനം ചെയ്തു. മലയാളത്തിന് ആദ്യമായി രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ വാങ്ങിത്തന്ന സിനിമയും കൂടിയാണ് നീലക്കുയിൽ. മലയാളത്തിലെ എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു നീലക്കുയിൽ എന്ന് പറയാം. പിന്നാലെ ആ പടത്തോടുകൂടി ആ ഇരട്ടകളും പിരിഞ്ഞു. ഭാസ്കരൻ മാഷും രാമു കാര്യാട്ടും 2 വഴിക്ക് പിരിഞ്ഞു. പിന്നാലെ മിന്നാമിനിങ്, മൂടുപടം 2 സിനിമ ചെയ്തു. 2ഉം ശ്രദ്ധിക്കപ്പെട്ടില്ല. തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ നാടകം മുടിയനായ പുത്രൻ സിനിമയാക്കി രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ഒറ്റയ്ക്ക് വാങ്ങി രാമു കാര്യാട്ട്. അതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് ചരിത്ര വിജയമായി മാറിയ ചെമ്മീൻ. നമസ്കാരം. ആമുഖമായിട്ട് രാമു കാര്യാട്ട് എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും മലയാളത്തിൻ്റെ ഷോമാനായിരുന്ന വലിയ സംവിധായകനായിരുന്ന, എല്ലാ അർത്ഥത്തിലും എന്ന് തന്നെ പറയാം, വലിയ സംവിധായകനായിരുന്ന, അത് രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും എല്ലാം വലിയവനായിരുന്നു. അദ്ദേഹം ചെയ്ത ചെമ്മീനെ കുറിച്ച് സൂചിപ്പിച്ചാണല്ലോ ഞാൻ നിർത്തിയത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ചെമ്മീൻ സിനിമ നിർമ്മിച്ച, സ്നേഹപൂർവ്വം എല്ലാവരും കൺമണി ബാബു എന്ന് വിളിച്ച ബാബു സേട്ടിൻ്റെ കഥയാണ് പറയുന്നത്. നമ്മൾ ചെമ്മീനെക്കുറിച്ച്, രാമു കാര്യാട്ടിനെ കുറിച്ചൊക്കെ സ്റ്റോറികൾ ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ബാബു സേട്ടിൻ്റെ അല്ലെങ്കിൽ കൺമണി ബാബുവിൻ്റെ കഥ ചെയ്തില്ല? ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് പേരുടെ കഥകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല. ഇന്നൊരാൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ രവികുമാറിൻ്റെ കഥ ചെയ്തു, എന്താ രവി മേനോൻ്റെ കഥ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, അയ്യോ, രവി മേനോനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, ഞാൻ ചെയ്യാം. കാരണം നമ്മൾ ഒന്ന് ചെയ്യാൻ ആലോചിച്ച് വരുമ്പോൾ വേറൊന്ന് കയറി വരും, അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്യുമ്പോൾ പാതി വഴി നിന്ന് പോകും. അങ്ങനെയൊക്കെയാണ് ഇത് ഡിലേ വരുന്നത്. മലയാള സിനിമയിലെ മുഴുവൻ പേരെക്കുറിച്ചും ഞാൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. വായിൽ സ്വർണ്ണക്കറണ്ടിയുമായി ജനിച്ച, അല്ലെങ്കിൽ ജനിച്ച ശേഷം ജീവിച്ച ഒരു സിനിമാക്കാരനെ പറഞ്ഞാൽ ഞാൻ പറയും, കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയും, അത് കൺമണി ബാബു എന്ന് പറയുന്ന ബാബു സേട്ടാണെന്ന് ഞാൻ പറയും. സ്വർണ്ണക്കറണ്ടിയും കൊണ്ട് ജനിച്ച ആളാണ്. പുതിയ തലമുറയ്ക്ക് കൺമണി ബാബു എന്ന ബാബു സേട്ടിനെ അറിയാമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മലയാള സിനിമയ്ക്ക് ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ചെമ്മീൻ സിനിമയുടെ നിർമ്മാതാവാണ് കൺമണി ബാബു എന്ന ഇസ്മായിൽ സേട്ട് എന്ന ബാബു സേട്ട്. ഇസ്മായിൽ സേട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഞാനിത് കുറിക്കുമ്പോൾ, ഇസ്മായിൽ സേട്ട് എന്നൊക്കെ കുറിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിയറ്റ്നാം കോളനിയിലെ നെടുപടി വേണു ചെയ്ത മൂസയെക്കുറിച്ച് ഞാൻ അറിയാതെ ഓർത്തു. കൃത്യം 60 വർഷം മുമ്പ് 1965 ചെമ്മീൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടി. 1966 മെയ് 5 ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. 65 അവാർഡുകൾ 66 മെയ്യിലാണ് പ്രഖ്യാപിച്ചത്. ഈ 66 പ്രഖ്യാപിക്കുമ്പോഴും ആ സിനിമ തിയേറ്ററിലെത്തിയിരുന്നില്ല. അക്കാലത്ത് സിനിമ അവാർഡിനൊന്നും പത്രങ്ങൾ പ്രാധാന്യം കൊടുക്കാത്ത കാലമാണ്.
മെയ് 6 മാതൃഭൂമിയിൽ തകഴിയുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ചെമ്മീൻ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടാനായി എന്നുള്ളതും കൂടി ആ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ പോയി എന്നുള്ളതല്ലാതെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഒരു സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയെന്ന ഒന്നും അർഹതപ്പെടുന്ന വാർത്തകളൊന്നും ആ കാലത്ത് കൊടുക്കില്ലായിരുന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരു ചിത്രം സ്വർണ്ണ മെഡൽ നേടുന്നത് ചെമ്മീനാണ്. അപ്പോൾ ആലോചിക്കുക ആ സിനിമയുടെ പ്രസക്തി. അതിനും 14 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് നിർണയവും അവാർഡ് ദാനവും ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനും ഒക്കെ അവാർഡ് കൊടുക്കാൻ തുടങ്ങി 14 വർഷം ഈ സ്വർണ്ണ മെഡൽ ദക്ഷിണേന്ത്യയിലെ ഒരു സിനിമയ്ക്കും കിട്ടിയിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡലും 20,000 രൂപയുമായിരുന്നു അവാർഡ്. മെയ് 25 അവാർഡ് സമ്മാനിച്ചു ഡൽഹിയിൽ വെച്ച്. അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ചെമ്മീൻ തിയേറ്ററിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദേശീയ അവാർഡ് നേടി 3 മാസം കൂടി കഴിഞ്ഞ് 1966 ആഗസ്റ്റ് 19 ഓണച്ചിത്രമായിട്ട് ചെമ്മീൻ റിലീസായത്. വെള്ള ജുബയും മുണ്ടുമായിരുന്നു നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും വേഷം അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ. അന്ന് മലയാളത്തിലെ നായകന്മാരെക്കാൾ സുന്ദരനായിരുന്നു ബാബുസേട്ട്. ചെമ്മീൻ റിലീസാകും മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പോസ്റ്റർ നിരന്നു. ഒരു വലിയ മാല. ആ മാലയ്ക്കുള്ളിൽ രാമു കാര്യേട്ടിൻ്റെയും ബാബുസേട്ടിൻ്റെയും തലകൾ. അവർ രണ്ടുപേർക്കും കൂടി ചേർത്ത് മാല ഇട്ടിക്കുമ്പോൾ മാല ഇട്ടിട്ട് അതിൻ്റെ താഴെ നമ്മൾ ലോക്കറ്റൊക്കെ ഇടില്ലേ, അതിന് പകരം നാഷണൽ അവാർഡ് കിട്ടിയ ആ എംബ്ലമായിരുന്നു ലോക്കറ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്. മനോഹരമായ പോസ്റ്ററായിരുന്നു. ചെമ്മീൻ്റെ പോസ്റ്ററുകളെല്ലാം ഡിസൈൻ ചെയ്തത് എസ് എ നായരാണ്. പക്ഷേ കാർട്ടൂൺ ശൈലിയിലുള്ള ഈ പറഞ്ഞ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് പിന്നീട് ശാപമോഷം അല്ലെങ്കിൽ പി എ ബക്കറിൻ്റെ മണിമുഴക്കമൊക്കെ നിർമ്മിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് പി എ തോമസാണ് ആ കാർട്ടൂൺ പോസ്റ്റർ ചെയ്തത്. തോമസ് ഏട്ടൻ ഞാനുമായിട്ട് കാർട്ടൂണിസ്റ്റ് തോമസ് ഞാൻ നല്ല ബന്ധമായിരുന്നു. മലയാള സിനിമയിലെ ആദ്യ കാർട്ടൂൺ പോസ്റ്ററായിരുന്നു ഈ പറഞ്ഞ ചെമ്മീനിൽ മാലയിൽ ദേശീയ അവാർഡ് തൂക്കിയിട്ട് രാമു കാര്യേട്ടനെയും കൺമണി ബാബുവിനെയും ചേർത്ത് വെച്ചിട്ടാക്കി ആ കാർട്ടൂൺ പോസ്റ്റർ. ശരിക്കും കൺമണി ഫിലിംസ് എന്ന ബാനറോ ചെമ്മീൻ സിനിമയോ ബാബു സേട്ടിന് ഒരു ബന്ധവുമില്ലാത്തതായിരുന്നു. കൺമണി ഫിലിംസ് എന്ന് പറഞ്ഞ ബാനറും അദ്ദേഹത്തിൻ്റെ അല്ല, ചെമ്മീൻ സിനിമ എടുക്കാനിരുന്നതും അദ്ദേഹമല്ല. ചെമ്മീൻ എന്ന തകഴിയുടെ നോവൽ പുറത്തു വന്ന് വായിച്ചപ്പോൾ തന്നെ ഈ നോവൽ സിനിമയാക്കണമെന്ന് രാമു കാര്യേട്ട് ഉറപ്പിച്ചു. നടപ്പാക്കാൻ പറ്റാത്തത് എന്തും നടപ്പാക്കാനുള്ള ഒരു സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു രാമു കാര്യേട്ട്. ചെമ്മീൻ വായിച്ച കാര്യേട്ട് സുഹൃത്തായ വൈദ്യനാഥ അയ്യരോട് ഈ പുസ്തകം സിനിമയാക്കിയാൽ മനോഹരമായി ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണെന്നുള്ള കാര്യം പറഞ്ഞു. തകഴി സമ്മതിച്ചാൽ ഈ സിനിമ ഞാൻ നിർമ്മിക്കാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അയ്യർ വാക്കുകൊടുത്തു. വൈദ്യനാഥ അയ്യരെയും കൂട്ടി കാര്യാട്ട് തകഴി ചെന്ന് തകഴി ശിവശങ്കരപ്പിള്ളയെ കണ്ടു. തകഴിക്ക് സന്തോഷം. പക്ഷേ കർക്കശമായ ഒരു നിർദ്ദേശം അദ്ദേഹം നൽകി. കഥയിലെ ചെറിയ മാറ്റം പോലും പാടില്ല. സമ്മതം എന്ന് കാര്യാട്ട് സമ്മതിച്ചു. വൈദ്യനാഥ അയ്യരുടെ മകളുടെ പേരാണ് കൺമണി. കൺമണി ഫിലിംസ് എന്ന് ബാനർ രജിസ്റ്റർ ചെയ്തു. കരാറുകൾ എല്ലാം അംഗീകരിച്ച് തകഴി റൈറ്റ് എഴുതി കൊടുത്തു. രാമു കാര്യേട്ടും എസ് എൽ പുരവും കൂടി തിരക്കഥ എഴുത്തു തുടങ്ങി. എഴുതിയ തിരക്കഥ വായിച്ചപ്പോൾ അയ്യർക്ക് ഒരു ചെറിയ സന്ദേഹം. ഈ പടം ഓടില്ല. കടലിലാണ് ഏറിയ പങ്കും ചിത്രീകരണം. നിശബ്ദനായി നടക്കുന്ന കാമുകൻ, ഒരു നിരാശ കാമുകനാണല്ലോ പരീക്കുട്ടി. നായകൻ ഒരു പരിക്കനും ക്ലൈമാക്സിൽ ചത്തുപോകുന്നതിനുമാണ്. കാമുകനും നായികയും ചാവുന്നിടത്താണ് പടം തീരുന്നത്. എല്ലാം ഒരുമാതിരി നെഗറ്റീവായ കാര്യങ്ങളാണ്. റിസ്ക് എടുക്കാൻ വയ്യ, ഞാൻ പിന്മാറുന്നു. ചിലവാക്കിയ പണം സാവകാശം തിരിച്ചു തന്നാൽ മതി. മോളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബാനറും എടുത്തോ. പക്ഷെ കാര്യാട്ട് തളർന്നില്ല. സ്വന്തമായി ചെമ്മീൻ എടുക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. FFC എന്ന് പറയുന്ന, അതായത് ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ, അവർ സിനിമയ്ക്ക് ലോൺ കൊടുക്കാറുണ്ട്. അങ്ങനെ FFCയുടെ ബോംബെയിലെ ഓഫീസിൽ ലോണിനായി അപേക്ഷ കൊടുത്തു. സിനിമയുടെ ആദ്യഘട്ടം നിർമ്മാതാവ് ചെയ്തു തുടങ്ങിയാലേ ലോൺ കിട്ടും. അതാണ് നിയമം.
അതിനായി കുറച്ച് കാശ് വേണം, ഒരു 80,000 രൂപ വേണം ആദ്യത്തെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. പാട്ട് റെക്കോർഡ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു 80,000 രൂപ വേണം. സുഹൃത്തുക്കളോടൊക്കെ രാമു കാര്യാട്ട് ഇക്കാര്യം പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ എഡ്ഡി ഒരാളെ പറ്റി കാര്യാട്ടിനോട് പറഞ്ഞു. നടക്കുമോ എന്നറിയില്ല. കൊച്ചിയിലൊരു പയ്യനുണ്ട്, കാരണം അപ്പോൾ 17 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. വേണേൽ രാജകുമാരൻ എന്ന് വിളിക്കാം. കൊച്ചി നഗരം വിലയ്ക്ക് വാങ്ങാൻ വേണ്ട സാമ്പത്തിക സ്രോതസ്സുള്ള പയ്യനാണ്. ഇസ്മായിൽ സേട്ട്. എല്ലാവരും ബാബു എന്ന് സ്നേഹത്തോടെ വിളിക്കും. ഈ നഗരത്തിൽ എവിടെയെല്ലാമാണ് തനിക്ക് വസ്തുവകകൾ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത യുവാവ്. ആരൊക്കെ എത്ര വച്ച് വാടക തരാനുണ്ടെന്ന് പോലും അറിയാത്തയാൾ. വാടകക്കാരെയും കക്ഷിക്ക് അറിയില്ല. ഇതെല്ലാം കാര്യസ്ഥന്മാർക്ക് മാത്രമേ അറിയാവൂ. അതിശയോക്തിയായി പറയുകയല്ല, കണ്ണത്താ ദൂരം വ്യാപിച്ച് കിടക്കുന്ന തെങ്ങിൻ പറമ്പ് ഒരറ്റത്ത് നിന്ന് വെട്ടി അതിൻ്റെ എൻഡിലെത്തുമ്പോഴേക്കും ആദ്യം വെട്ടിയിടത്ത് തേങ്ങ പാകവും വെട്ടാൻ തുടങ്ങാം. അതായത് 30 ദിവസവും തെങ്ങിൽ കയറി തേങ്ങ വെട്ടുന്നവർക്ക് ജോലിയുണ്ടായിരുന്നു. ബാബു എന്ന കഥാപാത്രത്തിൻ്റെ കഥ കേട്ട രാമു കാര്യാട്ട് അന്തം വിട്ട് ചോദിച്ചു, എവിടാ പയ്യൻ്റെ വീട്? ദിവാൻസ് റോഡിൽ, കൊച്ചിയിലെ എറണാകുളത്തെ ദിവാൻസ് റോഡിലാണ്. ബിസിനസ്സുകാരനായ ഇസ്മായിൽ ഹാജി ഇസാ സേട്ടിൻ്റെ മകനാണ്. എന്ത് പ്രായം വരും? 17 കഴിഞ്ഞു, 18 ആവാറായി എന്നുണ്ട്. എഡ്ഡി തന്നെ കാര്യാട്ടിനെ ബാബു സേട്ടിനെ പരിചയപ്പെടുത്തി. എൻ്റെ സഫലമാകാത്ത സ്വപ്നമാണ് ചെമ്മീൻ സിനിമയാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ബാബുവിനോട് പറഞ്ഞു. ചെമ്മീൻ എനിക്ക് സിനിമയാക്കണം, താങ്കൾക്ക് എന്നെ സഹായിക്കാനാവുമോ? ഞാൻ എന്ത് ചെയ്യണം എന്നായി പയ്യൻ. ഒരു 80,000 രൂപ കടമായി തരണം. 1964 കാര്യമാണ് ഈ പറയണേ. 80,000 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എത്ര രൂപ എന്ന് ആലോചിച്ചു. ഒരു ഷെഡ്യൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ FFC ലോൺ സാങ്ഷനാക്കും. ഒന്നും പഠിക്കാതെ ആ പയ്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, 80,000 രൂപ ഞാൻ തരാം, പക്ഷേ വാക്കായിരിക്കണം. ഈ തരുന്ന തുകയ്ക്കപ്പുറം 1 രൂപ ചോദിക്കരുത്. കാലെണ്ണ ഞാൻ തരില്ല. 80,000 രൂപ ഞാൻ തരാം, പക്ഷേ പിന്നെ കയറി ഒരു 10 രൂപ തരുമോ എന്ന് ചോദിക്കരുത്. സമ്മതം, സന്തോഷം. അവർ തമ്മിൽ കരാറായി. ഒരു നാട്ടുരാജാവിൻ്റെ പ്രൗഢിയോടെ മാത്രം കാണാനാവുന്ന കാര്യാട്ടിൻ്റെ രൂപം ബാബു എന്ന യുവാവിന് ഇഷ്ടമായി. ആജാന ബാഹുവും ബുൾഗാൻ താടിയും വലിയ കുപ്പായവും പൈപ്പ് ഉപയോഗിച്ചുള്ള പുകവലിയും ഓർഡർ ഇടുന്ന പോലത്തെ വർത്തമാനവും ഒക്കെ ബാബു സേട്ടിനെ നന്നായി ആകർഷിച്ചു. സ്ക്രിപ്റ്റ് തിരുത്തലും താരനിർണയവും ലൊക്കേഷൻ കാണലും ദ്രുതഗതിയിൽ ആരംഭിച്ചു. ഒപ്പം ലോണിൻ്റെ കാര്യം അന്വേഷിക്കലും. കുറച്ചു പേർക്ക് രാമു കാര്യാട്ട് അഡ്വാൻസും കൊടുത്തു. അടിക്കടിയുള്ള ബോംബെ യാത്രയും സൽക്കാരവും ഈ അഡ്വാൻസ് കൊടുക്കലും എല്ലാം കൂടെ ആയപ്പോൾ 80,000 രൂപ തീർന്നു. അക്കാലത്ത് വേണമെങ്കിൽ ഒരു പിടി പിടിച്ചാൽ 80,000 രൂപയ്ക്ക് ഒരു സിനിമ എടുക്കാവുന്ന കാലത്താണ്. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. ബാബു സേട്ടിൻ്റെ മനസ്സിൽ കാര്യാട്ട് എന്ന മനുഷ്യൻ ചേക്കേറിയിരുന്നു. സിനിമയും സാഹിത്യവും ഒക്കെ കാര്യാട്ട് പറയുന്നത് കേട്ട് ബാബു സേട്ട് രാമു കാര്യാട്ടിൻ്റെ ആരാധകനായി പെട്ടെന്ന് മാറി. ഒരിക്കൽ ലോണിൻ്റെ കാര്യം അന്വേഷിക്കാനായി കാര്യാട്ട് ബോംബെക്ക് പോവുകയാണ്. അങ്ങനെ ബോംബെക്ക് കാര്യാട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാബു സേട്ട് ചോദിച്ചു, ഞാൻ കൂടി വരട്ടെ? കാര്യാട്ടിന് സന്തോഷം, ഒറ്റയ്ക്കല്ല, ബോറടിക്കാതെ പോകാമല്ലോ. ഇവിടെയാണ് ബാബു സേട്ടിൻ്റെ ചെമ്മീൻ സിനിമയുടെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. ബോംബെയിലെത്തി FFC ഓഫീസിൽ പോയി, രണ്ടുപേരും കൂടെ ഓഫീസിൽ പോയി എന്തൊക്കെയോ പേപ്പറുകൾ അവർ ചോദിച്ചിരുന്നത് കൊടുത്തു. അപ്പോൾ അവർ പിന്നെയും വേറെ ചില പേപ്പറുകൾ ചോദിച്ചു. അതും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വിട്ടു. മടക്കയാത്രയിൽ നല്ല നിരാശനായിരുന്നു കാര്യാട്ട്. സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ലോണെന്നും പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാ മാഷേ എന്നായിരുന്നു ബാബു സേട്ടിൻ്റെ ചോദ്യം. അപ്പോൾ മറുപടിയൊന്നും പറയാതെ ചെമ്മീൻ്റെ ഫയലിൽ FFCയിൽ കൊടുത്ത പേപ്പറുകൾ മറച്ചു നോക്കിയിരിക്കുകയായിരുന്നു കാര്യാട്ട്. മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ചിരിച്ചുകൊണ്ട് ബാബു സേട്ട് ചോദിച്ച ചോദ്യം തന്നെ പിന്നെയും ചോദിച്ചു, നിങ്ങൾ ഈ സർക്കാർ ഓഫീസിൽ എന്തിനാണ് ഇങ്ങനെ നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ കയറി ഇറങ്ങുന്നതെന്ന് വീണ്ടും ചോദിച്ചു.
80,000 രൂപ തന്ന പയ്യൻ തന്നെ കളിയാക്കുകയാണോ എന്ന് കാര്യാട്ടിന് തോന്നി. ദേഷ്യം ഇരച്ചു കയറി. സിനിമ എടുക്കാൻ പൈസ വേണം, എനിക്ക് നീ തരുമോ പൈസ എന്നായി കാര്യാട്ട്. ആ ചോദ്യം കേട്ട ബാബു സേട്ട് നന്നായിട്ടൊന്ന് ചിരിച്ചു. കാര്യാട്ടിൻ്റെ കയ്യിലിരുന്ന ഫയലിലെ പേപ്പറുകൾ വാങ്ങി മറച്ചു നോക്കിയിട്ട് പെട്ടെന്ന് 4 കീറി ട്രെയിനിൻ്റെ ജനാലിലൂടെ പുറത്തേക്കെറിഞ്ഞു. ആ കാഴ്ച കണ്ട രാമു കാര്യാട്ട് സർവ്വനാടിയും തളർന്ന് മിണ്ടാതിരുന്നു. ഇവിടെ ചെമ്മീൻ സിനിമ അവസാനിച്ചുവെന്ന് കാര്യാട്ട് മനസ്സിൽ കരുതി. പതിയെ കാര്യാട്ടിൻ്റെ തോളിൽ അമർത്തി പിടിച്ചിട്ട് ബാബു സേട്ട് പറഞ്ഞു, പണം ഞാൻ തരും, ചെമ്മീൻ ഞാൻ നിർമ്മിക്കും. കാര്യാട്ട് ഞെട്ടിയെന്ന് പറയണ്ടല്ലോ. അദ്ദേഹം ബാബു സേട്ടിൻ്റെ 2 കൈകളെയും കൂട്ടിപ്പിടിച്ചു. വിശ്വസിച്ചോളൂ, ഈ ചിത്രം നമ്മൾ 2 ആളും കൂടി ഒരുക്കുന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ബാബു സേട്ട്. പിന്നീടുള്ളത് ചരിത്രമാണ്. 10 ലക്ഷം രൂപയ്ക്ക് താഴെ ചെലവിട്ടാണ് 60 വർഷം മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാനിരുന്ന സിനിമ ചെമ്മീൻ ചെയ്തത്. ആലോചിച്ച് നോക്കി, ഒരു നിസ്സാര തുകയ്ക്ക് 2 ലക്ഷമോ 2.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാനിരുന്ന സിനിമയായിരിക്കാം കാര്യമായിട്ട്. പക്ഷേ 10 ലക്ഷം രൂപ തികച്ചായില്ല, 9 ലക്ഷത്തിൽ ശിഷ്ടമായി. അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാനിരുന്ന സിനിമ കളറിലായി. സലിം ചൗധരിയെ കൊണ്ടുവന്നു. ഋഷികേശ് മുഖർജി വന്ന് സിനിമ എഡിറ്റ് ചെയ്തു. മാർക്കസ് ബാറ്റലി ഛായാഗ്രഹണം നടത്തി. ഒരു സിനിമ തിയേറ്ററിൽ കളിക്കുന്ന അനുഭവം മലയാളിക്ക് ചെമ്മീൻ നൽകി. തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിലും ശ്രീകുമാറിലും ഒരേ സമയം റിലീസ് ചെയ്തു. എറണാകുളത്ത് ശ്രീധറിലും പത്മയിലും. അന്നത്തെ കാലത്ത് വല്ലപ്പോഴും വരുന്ന സിനിമ ഒരു തിയേറ്ററിലല്ലേ കളിച്ചു പോണേ. ഇത് ഒരു പട്ടണത്തിൽ തന്നെ 2 തിയേറ്ററിൽ കളിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. 10 ലക്ഷം രൂപയ്ക്കെടുത്ത ചെമ്മീൻ അക്കാലത്ത് 1 കോടി രൂപ കളക്ട് ചെയ്തു. 65-ലാണ്, ആലോചിച്ച് നോക്കിയേ. ചെമ്മീൻ നിർമ്മിക്കാൻ ബാബു സേട്ട് തയ്യാറായ കാലത്ത് ചെക്ക് ഒപ്പിടാനുള്ള പ്രായം അദ്ദേഹത്തിന് ആയിട്ടില്ല. പ്രായം തികയാൻ കാത്തിരുന്ന ലോകത്തെ ഒരേ ഒരു നിർമ്മാതാവ് ബാബു സേട്ട് മാത്രമേ കാണാനിടയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റൊരാളിൻ്റെ ബാനറിനെ വിലയ്ക്ക് വാങ്ങി സിനിമ എടുത്ത ആദ്യത്തെ ആളും ബാബു സേട്ട് അല്ലാതെ മറ്റൊരാൾ ഉണ്ടാകാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാബു സേട്ടിൻ്റെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. കാമുകിക്ക് അദ്ദേഹത്തെക്കാൾ അല്പപ്രായ കൂടുതലുണ്ടായിരുന്നു. ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ പ്രണയിനി കാമുകന് പ്രായം തികയാൻ വേണ്ടി കാത്തിരുന്നു. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പരസ്യമായി നൽകിയ ആദ്യ സിനിമയും ചെമ്മീനായിരുന്നു. 8 കേന്ദ്രങ്ങളിലാണ് ആദ്യം ചെമ്മീൻ റിലീസ് ചെയ്തത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ 8 തിയേറ്ററുകളിലും ജനസഞ്ചയമായപ്പോൾ 2 തിയേറ്ററുകളിലും കൂടി ചെമ്മീൻ റിലീസ് ചെയ്തു. 27 ദിവസം പ്രദർശനം കഴിഞ്ഞപ്പോൾ 7,07,490 പേർ സിനിമ കണ്ടു കഴിഞ്ഞു. 7,06,427 രൂപ 52 പൈസ വരുമാനവും വന്നു. 35 പൈസ മുതൽ 2 രൂപ വരെയായിരുന്നു അക്കാലത്ത് സിനിമാ തിയേറ്ററിലെ ടിക്കറ്റിൻ്റെ നിരക്ക്. ഏറ്റവും ബാൽക്കണിയിലിരിക്കാൻ 2 രൂപയായിരുന്നു. അതുവരെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളെയൊക്കെ ചെമ്മീൻ്റെ കളക്ഷൻ പിന്നിലാക്കി. ഒന്നും ചെറുതായി ചെയ്യാൻ അറിയാത്ത മനുഷ്യനായിരുന്നു കൺമണി ബാബു. ചെമ്മീൻ്റെ പത്രപരസ്യമൊക്കെ 1 പേജ് വലുപ്പത്തിലാണ് കൊടുത്തത്. 2 ലക്ഷം രൂപ മുടക്കിയാൽ മനോഹരമായ മലയാള സിനിമ നിർമ്മിക്കാവുന്ന സമയത്ത് 10 ലക്ഷം രൂപ മുടക്കി സിനിമ എടുത്ത മനുഷ്യനാണല്ലോ കൺമണി ബാബു. ചെറിയ ചെലവിൽ താരങ്ങളില്ലാതെ നിർമ്മിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ചെമ്മീന് ശേഷം രാമു കാര്യാട്ട് ചെയ്ത 7 രാത്രികൾ പോലും വലിയ ചെലവിട്ട് ഫുൾ പേജ് പരസ്യത്തിൽ ചെയ്ത ആളായിരുന്നു കൺമണി ബാബു. എൻ്റെ ഗുരുനാഥനായ ജേസു സാറായിരുന്നല്ലോ ആ സിനിമയിലെ നായകൻ. പക്ഷെ പടം ഓടിയില്ല. എ സെൻറ്ററിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപ കിട്ടിയ ചെമ്മീൻ്റെ കാശുകൊണ്ട് ബാബു സേട്ട് എറണാകുളത്ത് കവിതാ തിയേറ്റർ നിർമ്മിച്ചു. കവിതാ തിയേറ്ററിൻ്റെ ഉദ്ഘാടനവും 1 പേജ് പത്രപരസ്യം കൊടുത്താണ് ഉദ്ഘാടനം ചെയ്തത്. 7 രാത്രികൾ പരാജയപ്പെട്ടെങ്കിലും ചെമ്മീനിൻ്റെ വിജയത്തിൽ തന്നെ അത് മുങ്ങിപ്പോയി. ചെമ്മീൻ്റെ കളക്ഷൻ കുമിഞ്ഞുകൂടിയപ്പോൾ സൂപ്പർ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന നിലയിലായി ബാബു സേട്ട്. കവിതാ തിയേറ്ററിൻ്റെ അങ്കണത്തിലെ തൂണിൽ പതിക്കാൻ ഒരു 4 വരികളുള്ളൊരു കവിത വേണം എന്ന് വയലാറിനോട് കാര്യാട്ട് പറഞ്ഞു. അദ്ദേഹം 4 വരികൾ എഴുതി കൊടുത്തു. കല്ല്
കല്ല് കസ്തൂരിയാക്കി മാറ്റും കൽപ്പനാശില്പ വൈഭവം, കൈരളിക്ക് കാഴ്ച വയ്പു കവിതാരംഗ മണ്ഡപം എന്ന് വയലാർ എഴുതി കൊടുത്തു. പ്രേക്ഷകൻ്റെ കാഴ്ച അനുഭവത്തിനായി ശ്രദ്ധിച്ച മറ്റൊരു തിയേറ്റർ കവിത വരുന്നതുവരെ കേരളത്തിലില്ലായിരുന്നു. എല്ലാം മൂട്ടയടിയും ഒക്കെ ഉള്ള തിയേറ്ററിലായിരുന്നു. ആദ്യമായിട്ടാണ് കേരളത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി പ്രേക്ഷകൻ ഇരുന്ന് നന്നായി സിനിമ കാണാനായിട്ടുള്ള ഒരു തിയേറ്റർ വരുന്നത് കവിതാ തിയേറ്ററായിരുന്നു. സിനിമ തുടങ്ങും മുമ്പ് പ്രേക്ഷകരെ സ്വാഗതം ആശംസിക്കുന്ന ഒരു ചെറു ചിത്രം കാണിക്കുമായിരുന്നു. നമ്മളെ ഈ ഫിലിം ഡിവിഷനെ കാണിക്കും പോലെ, അല്ലെങ്കിൽ സിനിമയുടെ പരസ്യങ്ങൾ കാണിക്കുന്ന പോലെ ഒരു ലഘു ചിത്രം കാണിക്കുമായിരുന്നു. അതും അന്നത്തെ കാലത്ത് ബാബു സേട്ട് കളറിലാണ് ചിത്രീകരിച്ചത്. നമ്മുടെ സംവിധായകൻ അമൽ നീരജിൻ്റെ അച്ഛൻ CR ഓമനക്കുട്ടൻ സാറിൻ്റെ തലയിൽ ഒരു ചിന്ത ഉദിച്ചു. ദ മേക്കിംഗ് ഓഫ് ചെമ്മീൻ, അതായത് ചെമ്മീൻ്റെ നിർമ്മാണ കഥ ഒരു ചരിത്ര പുസ്തകമാക്കാനുള്ള വകയുണ്ട് എന്ന് ഓമനക്കുട്ടൻ സാറിന് തോന്നി. അക്കാലത്ത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഓമനക്കുട്ടൻ സാർ ചിന്തിച്ചത്. പത്രപ്രവർത്തകനായ VK ഹംസ ഇക്കാര്യം ബാബു സേട്ടിനോട് പറഞ്ഞു. എന്ത് ചിലവ് വരും പുസ്തകം ഇറക്കാൻ എന്നായി കൺമണി ബാബു. സംഗതി എന്താ പറയുക, കുറയ്ക്കണ്ടെന്ന് ഓമനക്കുട്ടൻ സാറിന് തോന്നി. ചെറിയ ചിലവ് പറയണ്ട എന്ന് വെച്ചാൽ വലിയ ചിലവായിട്ട് പുള്ളി പറഞ്ഞു, ഒരു 50,000 രൂപയാവും. ഏയ് അതുപോരാ, ഒരു 3 ലക്ഷം വരെ ആവാം. ഇതുപോലൊരു പുസ്തകം ഇനി ഉണ്ടാവരുത്, അത്രയും നമുക്ക് മനോഹരമായി ഇറക്കാമെന്നായി. അതായത് 50,000 രൂപ വേണമെന്ന് പറഞ്ഞത് ഒരു 20,000 രൂപ പോലും വേണ്ട ഇറക്കാൻ. പക്ഷേ 50,000 ഓമനക്കുട്ടൻ സാർ പറഞ്ഞപ്പോൾ ബാബു സേട്ട് പറഞ്ഞത് 50,000 വേണ്ട, 3 ലക്ഷം രൂപ ചിലവാക്കാം എന്നാണ് പറഞ്ഞത്. 3 ലക്ഷം എന്നത് എങ്ങനെ 5 ലക്ഷം ആക്കാമെന്ന ചിന്തയിലായിരുന്നു അപ്പോൾ കൺമണി ബാബുവിൻ്റെ എർത്തുകൾക്ക്. സംഗതി കേട്ട് ഭയന്ന ഓമനക്കുട്ടൻ സാർ പിന്നെ ആ വഴി പോയതേ ഇല്ല, പുസ്തകം ഇറങ്ങിയതുമില്ല. ചെറുതായൊന്നും ചിന്തിക്കാത്ത, ചെയ്യാനറിയാത്ത കൺമണി ബാബു നോ പറയാൻ അറിയാത്ത മനുഷ്യനായിരുന്നു. എന്നും സ്വപ്ന ലോകത്ത് ജീവിച്ച മനുഷ്യനായിരുന്നു. ബഷീറിൻ്റെയും തകഴിയുടെയും ഉറൂബിൻ്റെയും MDയുടെയും ഒക്കെ കഥകൾ സിനിമയാക്കാനായി കുതിക്കുകയും അതിനായി മോശമല്ലാത്ത പണം മുടക്കുകയും ചെയ്തു. പക്ഷേ എങ്ങും എത്തിയില്ല. 7 രാത്രികൾക്ക് ശേഷം രാമു കാര്യാട്ട് എന്താ പറയുക, ബാബുവിനായി ഒന്നും ചെയ്യാൻ എന്തുകൊണ്ടോ ശ്രമിച്ചില്ല. കൺമണി ബാബു അവസാനമായി ചെയ്ത സിനിമ അസ്ഥി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. എഡിറ്റർ രവി സംവിധാനം ചെയ്ത അസ്ഥി ഒരു ചലനവും അസ്ഥി ഉണ്ടാക്കിയില്ല. മരിക്കും വരെ സിനിമകൾ നിർമ്മിക്കുന്ന ചിന്ത മാത്രമായിരുന്നു ബാബു സേട്ടിന്. ഇതിനിടയിൽ അസുഖബാധിതയായ ഭാര്യ മരിച്ചു. ബാബു സേട്ടിൻ്റെ ഔദാര്യം പറ്റിയവരോ സുഹൃത്തുക്കളാണെന്ന നാട്യം കാണിച്ചവരോ ആരും തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായി ബാബു സേട്ടിൻ്റെ അടുത്തേക്ക് ചെന്നില്ല. അതിൽ അദ്ദേഹം നന്നായി വേദനിച്ചു. ആ രോഷം തീർത്തത് മനസ്സിൽ തോന്നിയ സങ്കടം മുഴുവൻ വാചകമാക്കി എഴുതി മനോരമ പത്രത്തിൽ പരസ്യമായിട്ട് കൊടുത്തു. ആരെങ്കിലും കൊടുക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ചതിയന്മാരായ വഞ്ചകന്മാരായ നന്ദി കെട്ടവന്മാരെ കുറിച്ച്, എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്തവരെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കി അത് മനോരമയിൽ പരസ്യമായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇന്ദിരയാണ് ഇന്ത്യ എന്ന് സ്തുതിവചനം പറഞ്ഞിടുന്ന ഗ്യാനി സെയിൽ സിംഗ് രാഷ്ട്രപതിയാക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു. ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ പോലെ ഗ്യാനി സെയിൽ സിംഗ് നിരന്തരം പ്രസംഗിച്ചു. വാർത്ത കേട്ട ബാബു സേട്ടിന് അത് ദഹിച്ചില്ല. കൊച്ചി ഐലൻഡിലെ മലബാർ ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു. റിസപ്ഷനിലിരുന്ന് അവിടെ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ബാറിലോ എവിടെ ഇരിക്കുകയായിരുന്നു ബാബു സേട്ട്. STD പ്രചാരമായിട്ടില്ല. ഹോട്ടലിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു കോൾ ബുക്ക് ചെയ്തു. ലൈറ്റനിങ് കോൾ ടു ഡൽഹി, PP ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ, നമ്പർ നോട്ട് നോൺ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഫോൺ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഹോട്ടലുകാർ പ്രശ്നമാവും, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഹോട്ടൽ ലൈനിൽ ബുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ ഹോട്ടലിനും പ്രശ്നമാവില്ലേ, കണക്ഷൻ അവരുടെ ആയതുകൊണ്ട്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ ബുക്ക് ചെയ്തിട്ട് നമ്പർ കിട്ടുന്നില്ല സാർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി. എന്നാലൊരു കാര്യം ചെയ്യാം, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഗ്യാനി സെയിൽ സിംഗിനെതിരെ ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞ് സേട്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ട് പത്രിക വരുത്തിച്ചു. ആരൊക്കെയോ കൂടി തടഞ്ഞു. രാമു കാര്യട്ടിൻ്റെ ശിഷ്യൻ KG ജോർജിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ബാബു സേട്ടിന്. KG ജോർജ് ആദ്യമായി ചെയ്ത സിനിമയാണല്ലോ സ്വപ്നാടനം. അതിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അങ്ങനെ എന്താ പറയുക, പേരെടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ജോർജേ, നമ്മുടെ കൺമണി ഫിലിംസിന് വേണ്ടി നിങ്ങളെ കൊണ്ട് ഞാൻ അടുത്ത സിനിമ ചെയ്യിക്കാം. കാക്കനാടൻ്റെ 7 മുദ്രകൾ റൈറ്റ് വാങ്ങി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലിരുന്ന് തിരക്കഥ എഴുതി. പക്ഷേ എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് സിനിമ മുടങ്ങി. അവസാന നാളുകൾ ബാബു സേട്ടിന് സങ്കടകരമായിരുന്നു.
ബന്ധുക്കൾ തന്നെ അദ്ദേഹത്തെ നന്നായി വഹിച്ചു എന്ന് പറയാം. രാജപദവിയിൽ ജീവിച്ച മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊട്ടാരം പോലത്തെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. വീട്ടിൽ വലിയൊരു ഊണുമുറിയുണ്ട്. അവിടെ ഒരു കൂറ്റൻ മേശ ഇട്ടിട്ടുണ്ട്. ഒരു 10-20 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന വലിയ മേശ. പലതരം പഴങ്ങളുടെ സത്ത് നിറച്ച ഭരണികൾ എപ്പോഴും നിരത്തി വെച്ചിരിക്കും. കാരണം അതിഥികളായ ആര് വന്നാലും അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള പഴസത്ത് എടുത്ത് കുടിക്കാനായിട്ട്, ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട്. എവിടെ ബാബുസേട്ട് എത്തിയാലും ഒരു സംഘം എർത്തുകൾ പറന്നു വരും. ആര് ഒരാവശ്യം പറഞ്ഞാലും അദ്ദേഹം സഹായിക്കും. KG ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാശ് കടം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ തിരിച്ചു കൊടുത്തിട്ടില്ല. KG ജോർജിൻ്റെ അപ്പൻ തിരുവല്ലയിലെ ഈ ലോറിയിൽ പടങ്ങളൊക്കെ വരച്ച് ടൈറ്റിലൊക്കെ എഴുതുന്ന പണിക്കാരനായിരുന്നു. ജോർജ് സാറ് അതിൽ അപ്പൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയി കുറേ കാലം പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവല്ലയിൽ നിന്നും ജോർജ് സാറിൻ്റെ അപ്പൻ എറണാകുളത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം കവിതാ തിയേറ്ററിൽ ചെന്ന് ബാബുസേട്ടിനെ കാണും. നല്ലപോലെ സൽക്കരിച്ച് കുറച്ച് കാശും കൊടുത്ത് അദ്ദേഹത്തെ തിരുവല്ലയ്ക്ക് യാത്രയാക്കും. ജോൺ പോളിനെ കൊണ്ട് തിരക്കഥ എഴുതിച്ച് മോഹൻലാലിനെ നായകനാക്കി. KG ജോർജിനെ കൊണ്ടൊരു സിനിമ അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. സലിം ചൗധരിയുടെ മകളെ കൊണ്ട് സംഗീതം കുടിപ്പിക്കണം, പ്രശസ്ത സംവിധായകനായ ഗോവിന്ദ് നിഹലാനിയെ കൊണ്ട് ഛായാഗ്രഹണം നടത്തണം എന്നൊക്കെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. മഞ്ജു വാര്യരെ നായികയാക്കണം എന്നും അദ്ദേഹം സ്വപ്നം കണ്ടു. മഞ്ജു അപ്പോഴേക്കും ദിലീപിൻ്റെ ഭാര്യയായി അഭിനയം നിർത്തി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോൺ പോളിനോടും KG ജോർജിനോടും ഒക്കെ ചോദിക്കും, അല്ല നമ്മൾ ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ മഞ്ജു വാര്യരെ കിട്ടുമോ? അദ്ദേഹത്തിന് മഞ്ജുവിൻ്റെ അഭിനയം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കവിതാ തിയേറ്റർ അടക്കം എല്ലാം നഷ്ടപ്പെട്ട രാജ്യം പോയ രാജകുമാരനായി മാറിയ കൺമണി ബാബുവിൻ്റെ അവസാന കാലം ദുഃഖഭരിതമായിരുന്നു. ബെൻസ് കാറിൽ പളപളപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് 4-5 സുഹൃത്തുക്കളുമായി ജീവിതം ആസ്വദിച്ച് നടന്ന ഇസ്മായിൽ സേട്ട് എന്ന കൺമണി ബാബു വാടക വീട്ടിലും മുറികളിലുമായി ജീവിതം. ആട്ടോറിക്ഷയിലായി യാത്ര. എഴുത്തുകാരും സിനിമാക്കാരും അഡ്വാൻസ് വാങ്ങിയ തുക മടക്കി നൽകിയിരുന്നുവെങ്കിൽ, പരിചയപ്പെട്ടാലുടൻ കടം വാങ്ങുന്നവർ മടക്കി നൽകിയിരുന്നുവെങ്കിൽ ബാബുസേട്ടിൻ്റെ അവസാന കാലം ദുരിതക്കയത്തിൽ ആകുമായിരുന്നില്ല. ഒറ്റയാൾ തിരിഞ്ഞു നോക്കാതെ ജീവിച്ച് ആ വലിയ മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ചു. ആദ്യ ഭാര്യ മരിച്ച ശേഷം മറ്റൊരാളെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിലൊരു മോനുണ്ടായി. അവരിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ബാബുസേട്ടിൻ്റെ പരിചിതർക്ക് പോലും അറിയില്ല. ഞാൻ പലരെയും വിളിച്ചു ചോദിച്ചു, അവർക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം 2ാമത് കല്യാണം കഴിച്ചോ എന്നാണ് എന്നോട് ഒരാൾ ചോദിച്ചത്. അദ്ദേഹം കല്യാണം കഴിച്ചു, അതിലൊരു മകനുമായി. അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ ആ അമ്മയും മകനും എവിടെ ജീവിക്കുന്നു എന്ന് പോലും ഈ പറയുന്ന ബാബുസേട്ടിൻ്റെ ഔദാര്യങ്ങൾ പറ്റിയവർക്ക് പോലും അറിയില്ല. 2005 നവംബർ 30 ബാബുസേട്ട് എന്ന കൺമണി ബാബു ഈ ലോകത്തോട് വിട പറഞ്ഞു. മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനത്തോടെ പറയാവുന്ന ചെമ്മീൻ നിർമ്മിച്ച കൺമണി ബാബു എന്ന ബാബുസേട്ടിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട്, ഇതൊക്കെ വർത്തമാനകാലത്തിലെ സിനിമ എടുക്കുന്നവർ അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കുന്നവർ ഓർക്കേണ്ടതാണ്. സ്വർണ്ണക്കറണ്ടിയുമായി ജനിച്ച മനുഷ്യൻ അവസാനം വാടക വീട്ടിലെ വാടക മുറിയിൽ കിടന്ന് ആരുമാരും അറിയാതെ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ, ഒരിടത്തുനിന്ന് തേങ്ങ വെട്ടി അങ്ങേ അറ്റം എത്തുമ്പോൾ ഇവിടെ തേങ്ങ വിളയുമെന്ന് പറയുമ്പോൾ ആലോചിക്കുക എത്ര ലക്ഷം രൂപയുടെ തേങ്ങ വിറ്റിരിക്കുമെന്ന്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അവസാനം ഒന്നും അല്ല ആകാതെ ഈ ലോകം വിട്ടുപോയി. അനശ്വരനായ ബാബുസേട്ടിന് എൻ്റെ ഗുരുനാഥനായ ജേസു സാറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാനത് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കഥ പറയാത്തത്. ഒരു ദിവസം ബെൻസ് കാർ വന്ന് ജേസു സാറിൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് ഹോണടിക്കും. സാറ് മേളിൽ നിന്ന് നോക്കുമ്പോൾ കൺമണി ബാബുവാണ്, ബാബുസേട്ടാണ്. ഇറങ്ങി വരും, കയർ ജേസി എന്ന് പറയും. കയറും, കാറങ്ങ് വിടും. കാറ് കുറേ ദൂരം പോയി കഴിയുമ്പോഴാണ് ജേസി സാർ ചോദിക്കുന്നത്, ഇത് എങ്ങോട്ട് പോകണം? നമുക്ക് ഊട്ടി വരെ പോയിട്ട് വരാമെന്നേ. അയ്യോ ഊട്ടി വരെ? ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അതിനെന്താ വീട്ടിൽ പറയാം, നമുക്ക് ഫോൺ ചെയ്ത് പറയാം. അല്ല ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല, പല്ല് തേക്കാനുള്ള ബ്രഷ് പോലും എടുക്കാതെ എങ്ങനെ നിങ്ങൾക്കിതെല്ലാം വാങ്ങി തന്ന പോരെ, നമുക്ക് ഊട്ടി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് 3-4 ദിവസം ഊട്ടിയിൽ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ലക്ഷങ്ങൾ പൊടിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു എന്ന് എന്നോട് ജേസി സാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച മനുഷ്യൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഈ ലോകം വിട്ടുപോയി. ആ വലിയ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.